നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല രാവിലെയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സജീവമായ ഒരു വാർത്താ ദിനം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ കാലാവസ്ഥ ഒന്ന് നോക്കുകയാണെങ്കിൽ വീണ്ടും സംസ്ഥാനത്ത് മഴ ഇങ്ങനെ ശക്തമാകുന്നുണ്ട്. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. നാളെ 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ വീണ്ടും ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയം, മുൻകരുതൽ എടുക്കേണ്ട സമയം കൂടിയാണ്. അപ്പോൾ പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ഇപ്പോൾ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഡാമിന്റെ ഷട്ടറൊക്കെ ഉയർത്തുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ അപ്പോൾ അത്തരത്തിലൊരു ജാഗ്രതയിലേക്ക് കടക്കുന്ന സമയം കൂടിയാണ് വീണ്ടും നമുക്കെല്ലാം വിശദമായി നോക്കാം. മഴ മുന്നറിയിപ്പുകൾ അടക്കം ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. അതുപോലെ രാവിലെയിൽ നമ്മൾ ആദ്യം നോക്കുന്നത് നാട്ടിൽ എന്തുണ്ട്. ആദ്യം തന്നെ നമ്മൾ നല്ലൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. വിനോദസഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ബ്രൈമൂർ മങ്കയം ഇക്കോ ടൂറിസം. കാടും അതിനുള്ളിലെ വെള്ളച്ചാട്ടവും ഒരുപോലെ ആസ്വദിക്കാം ഇവിടെ എത്തിയാൽ. ട്രെക്കിങ്ങും ക്യാമ്പിങ്ങും ഒക്കെയായി ഒരു ദിവസം ബ്രൈമൂരിൽ അടിച്ചു പൊളിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ പാലോടിന് സമീപത്തെ ഇക്കോ ടൂറിസം സ്ഥലമാണ് ബ്രൈമൂർ മങ്കയം. ചിറ്റാർ നദിയുടെ ഒരു പോഷക നദിയായ മങ്കയം നദി ഈ പ്രദേശത്തു കൂടിയാണ് വാമനപുരം പ്രദേശത്തേക്ക് എത്തുന്നത്. തെക്കൻ കേരളത്തിലെ തന്നെ മികച്ച 2 വെള്ളച്ചാട്ടങ്ങളായ കാളക്കയവും കുരിശടിയും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് മികച്ച അനുഭവമാണ് സമ്മാനിക്കുന്നത്. കുട്ടികളും ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മൾ നെടുമങ്ങാട് നിന്നും ബ്രൈമൂൺ റൂട്ടാണ് ഇത്. നെടുമങ്ങാടിന് അടുത്താണ്. തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഫോറസ്റ്റ് ഏരിയയാണ്. നല്ലൊരു വൈബാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. സഹ്യന്റെ മടിത്തട്ടിലൂടെ ഒഴുകിയെത്തുന്ന ഈ തെളിനീരും കാടിന്റെ കാഴ്ചയും ജൈവ വൈവിധ്യത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നു ഈ പ്രദേശത്തെ. സംസ്ഥാന വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മങ്കയത്ത് നഗരത്തിൽ നിന്ന് വെറും 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. രാവിലെ 8 മുതൽ വൈകിട്ട് 4:30 വരെ സഞ്ചാരികൾക്ക് പ്രവേശനാനുമതിയുള്ള ഇവിടെ 40 രൂപയാണ് ഒരു വ്യക്തിക്ക് പ്രവേശന ഫീസായി ഈടാക്കുന്നത്. വെള്ളച്ചാട്ടങ്ങൾക്ക് പുറമെ തെളിഞ്ഞൊഴുകുന്ന നീരുറവകളും ഇവിടെയുണ്ട്. ഇത് ഒരുപാട് വെള്ളച്ചാട്ടം ഉള്ള ഒരു പ്രത്യേകത ഉള്ള സ്ഥലമാണ്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന, സാധാരണക്കാർക്കെല്ലാം വരാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണിത്. തിരുവനന്തപുരം ജില്ലയിൽ വളരെ ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഈ ബ്രൈമൂർ എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞറിയിക്കുന്ന പോലെയല്ല, ഇവിടെ വന്ന് കണ്ടാലും ഇതിൻ്റെ മനോഹരമായ പ്രകൃതി രമണീയമായ കാര്യങ്ങളും പിന്നെ നല്ല വെള്ളച്ചാട്ടങ്ങളും, ഇവിടെ വന്ന് കുളിക്കുന്നവർക്ക് കുളിക്കാം, അങ്ങനെ ഒരുപാട് കാഴ്ചകളിവിടെ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കാട്ടാക്കട വഴിയോ നെടുമങ്ങാട് വഴിയോ വിതുര പാലോട് വഴിയാണ് ഇവിടെ എത്തേണ്ടത്. പാലോട് KSRTC ഡിപ്പോയിൽ നിന്നും 13 കിലോമീറ്റർ അകലെയാണ് ഈ മനോഹര കാഴ്ച. വനപാലകരുടെ നിർദ്ദേശാനുസരണം മാത്രമേ ജലാശയത്തിൽ ഇറങ്ങാനാകൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ദിവസങ്ങൾ കൊണ്ട് ദൂരെ യാത്ര പോകുന്നതിനേക്കാളും ഈ 1-1.5 മണിക്കൂർ കൊണ്ട് വളരെ പെട്ടെന്ന് എത്തപ്പെടാൻ പറ്റുന്ന ഒരു ദിവസം വളരെ എൻജോയ് ചെയ്യുന്നതിന് പറ്റിയൊരു അന്തരീക്ഷമാണ്. പിന്നെ നല്ല ഈ പ്രകൃതിയുമായിട്ട് ഉള്ള നല്ലൊരു അന്തരീക്ഷം, മരങ്ങൾ, തണൽ, പിന്നെ മഴയാണെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട അന്തരീക്ഷമാണ്. കാറിൽ വരികയാണെങ്കിൽ വളരെ രസകരമാണ് മഴയത്തുള്ള ഒരു അന്തരീക്ഷം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ ഒരൊറ്റ ദിവസത്തെ ട്രിപ്പാണ് ആലോചിക്കുന്നത്, ഒരു കുറഞ്ഞ ബജറ്റാണ് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ബ്രൈമൂർ. നമ്മൾ മറ്റ് റിപ്പോർട്ടുകൾ കൂടി നോക്കാം. വർഷങ്ങളായി പുതിയ പാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇടുക്കി കല്യാണത്തണ്ട് കുഴിയോടിപ്പടി നിവാസികൾ. പഴയ പാലം പൊളിച്ചു നീക്കിയെങ്കിലും പുതിയ പാലത്തിന്റെ നിർമ്മാണം എങ്ങും എത്തിയിട്ടുമില്ല. പാലം നിർമ്മാണം വൈകുന്നതിൽ നാട്ടിൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. 2.5 വർഷം മുൻപാണ് കുഴിയോടിപ്പടിയിലെ പഴയ പാലം പൊളിച്ചു നീക്കി പുതിയ പാലത്തിനായുള്ള നടപടികൾ ആരംഭിച്ചത്. പാലം പൊളിച്ചതോടെ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചായിരുന്നു പ്രദേശവാസികൾ സഞ്ചരിച്ചിരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപുണ്ടായ കനത്ത മഴയിൽ ഇതും ഒലിച്ചുപോയി. മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപയാണ് പാലത്തിനായി അനുവദിച്ചത്. പ്രാരംഭ ജോലികളും അടിത്തറയും നിർമ്മിച്ചെങ്കിലും പിന്നീട് ഫണ്ടിന്റെ അഭാവം മൂലം നിർമ്മാണം മുടങ്ങുകയായിരുന്നു. നിർമ്മാണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പ്രകടനവും ധർണയും നടത്തി. കഴിഞ്ഞ
2.5 വർഷക്കാലമായി നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കോഴിക്ക് മുല വരുമെന്ന് പറയുന്നത് പോലെ ഇന്ന് നാളെ എന്ന കാത്തിരുന്നുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട്, ജനപ്രതിനിധികളെ വിശ്വസിച്ചുകൊണ്ട്, അവിടുത്തെ പൊതുപ്രവർത്തകരെ വിശ്വസിച്ചുകൊണ്ട് നാട്ടിലെ ആളുകൾ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത് യാഥാർത്ഥ്യമാകുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് ആ നാട്ടിലെ ആളുകൾ എത്തിച്ചേർന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ വാക്കുപാലിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലത്തിന്റെ നിർമ്മാണത്തിന് അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക വേണമെന്നതിനാലാണ് നിർമ്മാണം മുടങ്ങിയതെന്നാണ് ആരോപണം. ത്രിതല പഞ്ചായത്തുകൾ ഫണ്ട് വകയിരുത്തിയെങ്കിലും ഡിസൈനിൽ മാറ്റം വേണമെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ മുൻപുണ്ടായ പാലം പോലും നഷ്ടമായ അവസ്ഥയാണുള്ളത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കല്ലാർകുട്ടി വെള്ളത്തൂവൽ മുതുവാൻകുടി റോഡിൽ പാതയോരത്ത് വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടി നീക്കണമെന്ന് നാട്ടുകാർ. മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് വക്കിലാണ് വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്ന വിധത്തിൽ ഈ കാട് വളർന്നു നിൽക്കുന്നത്. കല്ലാർകുട്ടി വെള്ളത്തൂവിൽ മുതുവാൻകുടി റോഡിന്റെ ഇരുവശങ്ങളിലും പലയിടത്തും കാട് വളർന്നു നിൽക്കുന്നുണ്ട്. വേനൽ മഴ ശക്തമായിരുന്നതിനാൽ മഴക്കാലത്തിന് മുൻപ് തന്നെ കാട് കൂടുതൽ വളർന്നിട്ടുണ്ട്. പൊതുവെ വിസ്തൃതി കുറഞ്ഞ റോഡിൽ ഇരുവശങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഉള്ളവർക്ക് കാട് വളർന്ന് റോഡിലേക്ക് ഇറങ്ങിയതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാതെയായി. നിരന്തരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് പൊതുമരാമത്ത് വകുപ്പിനോട് ഈ 2 സൈഡിലെയും കാനകൾ വെട്ടി, അതുപോലെ തന്നെ മഴക്കെടുതിയിൽ വീഴാറായി നിൽക്കുന്ന മരങ്ങളുണ്ട് നിരവധി. അതെല്ലാം പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡ് സൈഡിലാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ ട്രീ കമ്മിറ്റി കൂടി മുറിച്ചു മാറ്റുവാനുള്ള നടപടി സ്വീകരിക്കുകയും മുറിച്ചു മാറ്റുകയും ചെയ്തു. എന്നാൽ 2-ാം മൈലിൽ പ്രവർത്തിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ആളുകൾ യാതൊരുവിധ സംവിധാനത്തിനും മുന്നോട്ട് വരുന്നില്ല. ഈ അപകടങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ അപകടം നമ്മുടെ മുമ്പിൽ നമ്മൾ കാണേണ്ടി വരും. ഒരപകടമുണ്ടായി കണ്ടിട്ട് അതിനകത്ത് പിന്നെ ദുഃഖിച്ചിട്ടും നടപടി എടുത്തിട്ട് ഒരു കാര്യമില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ ചെലവിൽ റോഡുകളുടെ വശങ്ങൾ തെളിക്കേണ്ടതാണെങ്കിലും ഇവ കൃത്യമായി നടക്കാറില്ല. പൊതുവെ വിസ്തൃതി കുറഞ്ഞ റോഡിൽ വാഹനങ്ങൾ മറികടക്കാൻ ദുഷ്കരമാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സ്ഥിരമായി സന്ദർശകർ കടന്നുപോകുന്ന തിരക്കുള്ള വഴിയിൽ അപകടങ്ങൾക്കുള്ള സാധ്യത മുൻനിർത്തി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഇടപെട്ട് കാട് തെളിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇവിടെ വളർന്നു നിൽക്കുന്ന കാടാണ് പ്രശ്നമെങ്കിൽ തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ വെള്ളപ്പാറയ്ക്ക് സമീപം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന തരത്തിലുള്ള കരിങ്കൽ കെട്ടാണ് യാത്രക്കാർക്ക് ഭീഷണിയായി മാറുന്നത്. കൊലുമ്പൻ സമാധിക്ക് സമീപം വനംവകുപ്പ് ഓഫീസിനോട് ചേർന്നാണ് ഈ ബലക്ഷയം മൂലം അപകടസ്ഥിതിയിലുള്ള കരിങ്കൽ കെട്ട് നിൽക്കുന്നത്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ ഇടുക്കി വെള്ളാപ്പാറയ്ക്ക് സമീപം വനംവകുപ്പിന്റെ പ്രധാന ഓഫീസിന്റെ സമീപത്തെ കരിങ്കൽ കെട്ടാണ് ഏത് നിമിഷവും നിലംപതിക്കുന്ന വിധം അപകടകരമായി നിൽക്കുന്നത്. 25 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ കരിങ്കൽ കെട്ടിന്. കൊലുമ്പൻ സമാധി സന്ദർശിക്കുന്നവർക്കും റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കും തകർന്നു വീഴാറായ കരിങ്കൽ കെട്ട് ഭീഷണിയാവുകയാണ്. ഈ മഴക്കാലത്ത് ഇത് സംഭവിക്കാം. കാരണം അവിടെയുള്ള വഴി യാത്രക്കാർ ബസ് കയറാൻ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം. അത് ഉന്തി ഒരു സൈഡൊക്കെ തകർന്ന് തന്നെ ഏകദേശമൊക്കെ നിൽക്കുന്നു. ഏത് സമയത്തും അത് തകർന്നു വീണ് ആൾക്കാർക്കും റോഡും വരെ ബ്ലോക്ക് ആവുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മോട്ടോർ വാഹന വകുപ്പിന് ജില്ലാ ആസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ ഈ ഭാഗത്തെ റോഡിലാണ് ഓരോ തവണയും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത്. സമീപത്തെ കോളനിയിൽ നിന്നും സ്ഥിരമായി കൊലുമ്പൻ സമാധിയിൽ എത്തുന്നവർക്കും സംസ്ഥാന പാതയിലെ യാത്രയ്ക്കിടെ വിശ്രമിക്കാനായി വെള്ളാപ്പാറയിൽ എത്തുന്നവർക്കുമെല്ലാം കരിങ്കൽക്കെട്ട് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. നഗരമാലിന്യങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ ഉപേക്ഷിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ കരാറുകാരൻ പിടിയിൽ. പാറശാല പോലീസിന് പിടിയിലായ പ്രതിക്കെതിരെ തിരുവനന്തപുരത്ത് മാത്രം 10-ലധികം കേസുകളുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉപേക്ഷിച്ച് കടന്നുകളയുന്ന സംഘത്തിലെ പ്രധാനിയായ കരിമരം സ്വദേശി രാജീവ് കുമാറാണ് പിടിയിലായത്. ഇയാൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിന് കരാറെടുത്തിട്ടുള്ള ആളാണ്. നഗരത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ തമിഴ്നാട്ടിലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ ഉപേക്ഷിക്കുകയായിരുന്നു പതിവ്. എന്നാൽ അതിർത്തിയിലെ പരിശോധനകൾ ശക്തമായതോടെ കേരള അതിർത്തിയിൽ തന്നെ മാലിന്യങ്ങൾ ഉപേക്ഷിക്കാൻ തുടങ്ങി. ആലമ്പാറ, പരശുവിക്കൽ, പാറശാല, അമരവിള, ബൈപ്പാസ് സർവീസ് റോഡ് തുടങ്ങിയ തിരക്കൊഴിഞ്ഞ സ്ഥലങ്ങളിൽ രാത്രി മാലിന്യം നിക്ഷേപിച്ച് കടന്നുകളയും.
പിടിയിലായ രാജീവ് കുമാർ അടിപിടി, പിടിച്ചുപറി ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയാണ്. മാലിന്യങ്ങൾ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന വാഹനവും പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. പാറശാല SI ദീപുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. പുതിയൊരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആലപ്പുഴയിൽ യുവാവിന്റെ മരണം കൊലപാതകം. പുളിങ്കുന്ന് സ്വദേശി സുരേഷ് കുമാറാണ് കൊല്ലപ്പെട്ടത്. 2 സുഹൃത്തുക്കൾ പിടിയിലായി. മുൻ വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നാണ് കണ്ടെത്തൽ. ഈ മാസം 2-ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് സുരേഷ് മരിച്ചത്. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഈ കൊലപാതകമാണ് നടന്നത് എന്നുള്ളത് എങ്ങനെയാണ് സ്ഥിരീകരിച്ചത് പോലീസ്? ആര്യ, ഈ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ 2-നാണ് കുമാർ കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയിലിരിക്കെ മരണപ്പെടുന്നത്. ഇയാളുടെ മരണം, ഈ മരണത്തിലേക്ക് സാഹചര്യം കൊലപാതകമാണെന്ന് കുടുംബം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. കാരണം മർദ്ദനമേറ്റ നിലയിൽ ഒരു ചാലിൽ ഉപേക്ഷ നിലയിലായിരുന്നു സുരേഷ് കുമാറിനെ വീട്ടുകാർ കണ്ടെത്തുന്നത്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലേക്ക് പോവുകയും തലയോട്ടിക്കടക്കം പൊട്ടലേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മസ്തിഷ്കത്തിനേറ്റ അണുബാധയാണ്, അതായത് ഈ മർദ്ദനത്തെ തുടർന്നുണ്ടായ പരിക്കിൽ മസ്തിഷ്കത്തിനേറ്റ അണുബാധയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ചികിത്സയിലിരിക്കെ മരിച്ചതുകൊണ്ട് തന്നെ കുറച്ച് അധികം കാലം ചികിത്സയിലിരുന്നു. അങ്ങനെ ചികിത്സയിലിരിക്കെ മരിച്ചതുകൊണ്ട് തന്നെ അതൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പോലീസ് സമയമെടുത്തിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ സുരേഷിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള യദു, ഒപ്പം തന്നെ ഹരികൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവര് ഇയാളെ മർദ്ദിക്കുകയും, അതായത് സുഹൃത്തുക്കൾ തമ്മിൽ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പോലീസിന്റെ ഒരു ഭാഗം, അതായത് പോലീസ് പറയുന്നത് നിരന്തരം കളിയാക്കുകയും ജാതി വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തതിലുള്ള വിരോധ നിമിത്തമാണ് മർദ്ദിച്ചത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഏപ്രിൽ 20-ന് രാത്രി 10:30-ഓടെയാണ് പ്രതികൾ ഈ സുരേഷ് കുമാറിനെ വീട്ടിലെത്തി വിളിക്കുന്നത്. തുടർന്ന് മദ്യപിക്കാനെന്നുള്ള വ്യാജേന വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോവുകയും മറ്റൊരു സ്ഥലത്തെത്തിച്ച് മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഏപ്രിൽ 20-ന് അത്തരത്തിലൊരു പരിക്കേറ്റ ഇയാളെ ദീർഘകാലമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അത്തരത്തിൽ ചികിത്സയിലിരിക്കെ മരിച്ചതുകൊണ്ട് തന്നെ മർദ്ദനത്തിന്റെ പാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇത്രയും നാൾ ചികിത്സയിൽ ഇരുന്നതുകൊണ്ട് തന്നെ അത് ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് വിദഗ്ധമായ ഒരു പരിശോധനയ്ക്കും ഒപ്പം തന്നെ ഫോറൻസിക് സർജൻ അടക്കമുള്ള ആളുകളുമായുള്ള വിലയിരുത്തലിന് ശേഷമാണ് ഇപ്പോൾ കൊലപാതകമാണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ളത്. ആര്യ. യെസ്, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആലപ്പുഴയിൽ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. പുളിങ്കുന്ന് സ്വദേശി സുരേഷ് കുമാറാണ് കൊല്ലപ്പെട്ടത്. 2 സുഹൃത്തുക്കളാണ്, യദു, ഹരികൃഷ്ണൻ എന്ന പേരുള്ള 2 സുഹൃത്തുക്കളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവർ സുരേഷ് ജാതി വിളിച്ച് അധിക്ഷേപിച്ചു എന്നതടക്കമുള്ള ഒരുപാട് വിരോധം സുരേഷിനോടുണ്ടായിരുന്നു. ഈ മുൻവൈരാഗ്യം മൂലം മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേസ്. മറ്റു വാർത്തകളിലേക്ക് കൂടി. കൊല്ലം എഴുകോണിൽ പൊട്ടക്കിണറ്റിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. എഴുകോൺ ഇടവട്ടം സ്വദേശി മണിയുടേതാണ് മൃതദേഹം. മെയ് 24 മുതൽ മണിയെ കാണുവാനില്ല എന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. തെരച്ചിൽ നടക്കവെയാണ് കൈതക്കോട് പുട്ടക്കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് നിലവിൽ ദുരൂഹതകളൊന്നുമില്ലെന്നും പോലീസ് പറഞ്ഞു. ഇടുക്കി കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ കാട്ടാന ആക്രമണം പതിവാവുകയാണ്. കഴിഞ്ഞ ദിവസം കുടിയിലെത്തിയ കാട്ടാന ഒരു വീട് തകർക്കുകയും നിരവധി പേരുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്തു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി സെറ്റിൽമെന്റിൽ കാട്ടാന ശല്യം വീണ്ടും രൂക്ഷം. 1 മാസം മുമ്പ് 1 ആന മാത്രമാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ 6 ആനകളാണ് പ്രദേശത്ത് നാശം വിതയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാനക്കൂട്ടം റജി ചിരട്ടവയലിൽ, കുഴിയാനിപ്പള്ളിൽ രുക്മിണി, ജെയിംസ് പ്ലാപ്പറമ്പിൽ, ടിൻഡ വെട്ടിക്കൽ തുടങ്ങിയവരുടെ ഏലം ഉൾപ്പെടെയുള്ള കൃഷിപ്രദേശങ്ങൾ നശിപ്പിച്ചു. ജെയിംസ് പ്ലാപ്പറമ്പിലിന്റെ വീടും കാട്ടാനകൾ തകർത്തു. സെറ്റിൽമെന്റിന് ചേർന്ന് വരെ ആന വന്നിരിക്കുകയാണ്. സെറ്റിൽമെന്റിലേക്ക് ആന കടന്നാലുള്ള സ്ഥിതി നമുക്ക് പറയാൻ പറ്റത്തില്ല. തൊട്ട് അടുത്തടുത്ത് വീടുകൾ, അവിടെയെല്ലാം കൊച്ചു കുട്ടികൾ, ഗർഭിണികൾ, വയസ്സായ ആളുകൾ, അവരെയൊക്കെ രാത്രികാലങ്ങളിലോ പകലോ ഏത് സമയത്ത് വന്നാലും അവർക്കൊന്ന് ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള സ്ഥിതിയാണുള്ളത്.
അഞ്ചുരുളി ആദിവാസിക്കുടിയിൽ 5 വർഷം മുമ്പ് വൈദ്യുതി വേലി സ്ഥാപിക്കാൻ വനം വകുപ്പ് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അന്ന് ഈ മേഖലയിൽ കാട്ടാനശല്യം കുറവാണെന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയില്ല. കാട്ടാനശല്യം മൂലം ഇപ്പോൾ പണിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ. മഴ ശക്തമാകുന്നതോടെ അഞ്ചുരുളി ആദിവാസി സെറ്റിൽമെന്റ് കൂടി ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വന്യമൃഗശല്യം ഒഴിവാക്കാൻ RRT സംഘത്തെ ഉൾപ്പെടെ നിയമിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് സെപ്റ്റംബറിലേക്ക് മാറ്റി വൈദ്യുതി വകുപ്പ്. ജൂൺ 17-ന് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്താനായിരുന്നു മുമ്പ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ട്രാഷ് റാക്ക് ഗേറ്റിൽ അടിഞ്ഞുകൂടിയ മാലിന്യം പൂർണ്ണമായി മാറ്റാൻ കഴിയാതെ വന്നതോടെയാണ് ഉദ്ഘാടനം നീട്ടിവെച്ചത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ 60 മെഗാവാട്ട് ശേഷിയുള്ള വിപുലീകരണ പദ്ധതി പൂർത്തീകരിക്കുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. ജൂൺ 17-ന് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തുമെന്നും KSEB അധികൃതർ മുൻപ് അറിയിച്ചിരുന്നു. എന്നാൽ പദ്ധതി കമ്മീഷൻ ചെയ്യുന്ന കാര്യത്തിൽ കാലതാമസം നേരിടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എക്സ്റ്റൻഷൻ നിലയത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വൈദ്യുതോൽപാദനം നടന്നുവരികയാണ്. നിലവിൽ 100 ദശലക്ഷം യൂണിറ്റിലേറെ വൈദ്യുതി ഇതിനകം ഗ്രിഡിലേക്ക് നൽകി കഴിഞ്ഞു. അതേസമയം മുതിരപ്പുഴ ആറിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ ഇൻടേക്ക് ഭാഗത്തുള്ള ട്രാഷ് റാക്ക് ഗേറ്റിന്റെ അഴികളിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ടർബൈനിലേക്ക് ഒഴുകിയെത്തേണ്ട വെള്ളത്തിന്റെ ശക്തി കുറയാൻ ഇത് കാരണമായി. ഇവ പൂർണ്ണമായി നീക്കം ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യമാണെന്നാണ് KSEB അധികൃതർ നൽകുന്ന വിവരം. മാലിന്യം അരിച്ചു മാറ്റാനുള്ള കോമ്പിന്റെ ഫാബ്രിക്കേഷൻ നടപടികളും നടക്കുന്നുണ്ട്. പുഴയിൽ നീരൊഴുക്ക് കുറയുന്നതനുസരിച്ച് ഉത്പാദനം നിർത്തിവെച്ച് ഈ ജോലികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. സെപ്റ്റംബർ മാസത്തോടെ 2ാം ഘട്ടം പൂർണ്ണമായി പ്രവർത്തിച്ചു തുടങ്ങുമെന്നും പദ്ധതി കമ്മീഷൻ ചെയ്യാൻ കഴിയും എന്നുമാണ് KSEBയുടെ പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. കാട്ടാക്കട വിളവൂർക്കൽ പ്രദേശത്ത് രാത്രിയുടെ മറവിൽ കോഴി മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാവുന്നു. ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രമാക്കിയാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിക്കടന്നു പോകുന്നത്. പഞ്ചായത്ത് അധികൃതരും പോലീസും ഇടപെട്ട് ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാട്ടാക്കട വിളവൂർക്കലിലെ പുതുവീട്ടുമേലെ ജംഗ്ഷനും പരിസര പ്രദേശങ്ങളിലുമാണ് രാത്രിയുടെ മറവിൽ കോഴിവേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഉപേക്ഷിച്ച് കടന്നുകളയുന്നത്. തിരക്കൊഴിഞ്ഞ പ്രദേശത്തെ റോഡ് വക്കുകളിലാണ് മാലിന്യം തള്ളുന്നത്. തെരുവുനായ ശല്യവും ഗണ്യമായി കൂടിയിട്ടുണ്ട്. ദുർഗന്ധം കാരണം പ്രദേശവാസികളും നാട്ടുകാരും വലിയ ബുദ്ധിമുട്ടിലാണ്. കാക്കകൾ മാലിന്യങ്ങൾ കൊത്തി കിണറുകളിലും വീട്ടുമുറ്റങ്ങളിലും കൊണ്ടിടുന്നതും പതിവായി മാറി. നിരവധി തവണ പഞ്ചായത്തിൽ അറിയിച്ചിട്ടും അധികൃതർ മൗനത്തിലാണെന്നാണ് ഉയരുന്ന മറ്റൊരാക്ഷേപം. നാട്ടുകാരും പരിസരവാസികളും ചേർന്ന് മാലിന്യങ്ങൾ കുഴിച്ചു മൂടുകയാണ് പതിവ്. നഗരത്തിലുള്ള കടകളിലെ വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ടു തള്ളുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പഞ്ചായത്ത് അധികൃതരും പോലീസും ഇടപെട്ട് CCTV ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി നമുക്കൊരു മിടുമിടുക്കനെ പരിചയപ്പെടാം. മിമിക്രി എന്ന കലയെ നെഞ്ചോട് ചേർത്ത ഒരു കൊച്ചു കലാകാരനുണ്ട് തൊടുപുഴ ഇടവെട്ടിയിൽ. സെർബ്രൽ പാൾസി രോഗബാധിതനായ ആസിഫ് മുഹമ്മദ് ഇപ്പോൾ നാട്ടിലെ താരമാണ്. സിവിൽ സർവീസ് എന്ന സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആസിഫിനെ കുറിച്ച് നമുക്കിനി അറിയാം. ജനിച്ച നാൾ മുതൽ കിടപ്പിലായിരുന്നു ആസിഫ്. 11ാം വയസ്സുവരെ ആസിഫിനെ എടുത്തുകൊണ്ടാണ് വീട്ടുകാർ നടന്നിരുന്നത്. പിന്നീട് പിച്ചവെച്ച് തുടങ്ങി. 8ാം ക്ലാസ് പഠനത്തിനിടെയാണ് മിമിക്രി എന്ന കലാരൂപം ആസിഫിന്റെ മനസ്സിൽ കയറിയത്. കുടുംബവും അധ്യാപകരും കൂട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളുമൊക്കെ ആസിഫിന് പിന്തുണ നൽകി. മിമിക്രി ഞാൻ കേട്ടു പഠിക്കുകയാണ്. പിന്നെ ഈ എനിക്ക് പോകണം, അങ്ങനെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പോകണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ബാത്റൂമിലൊക്കെ കയറി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ വീട്ടുകാർക്കറിയില്ല, ടീച്ചേഴ്സാണ് ഇത് കണ്ടുപിടിച്ചത്. സെർബ്രൽ പാസി രോഗാവസ്ഥയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ആസിഫിന്. എന്നാൽ വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ ആസിഫ് തയ്യാറല്ല. പഞ്ചായത്തിൻ്റെ അടക്കം പല പൊതുപരിപാടികളിലും ആസിഫിൻ്റെ മിമിക്രി ഹിറ്റാണ്. പല TV ഷോകളിലും ആസിഫ് പങ്കെടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദ പഠനം നടത്തുന്ന ആസിഫിന് സിവിൽ സർവീസ് എന്നതാണ് സ്വപ്നം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാത്രമല്ല, വേദിയിൽ കയറിയാൽ വെള്ളാപ്പള്ളി നടേശനായും നടൻ കൊച്ചുപ്രേമനുമായൊക്കെ ആസിഫ് ആളുമാറും. രാഹുൽജി, സോണിയാജി, മോദിജി, ബാർബേജി, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജിജി. അതായത് ഞാൻ പറയുന്നത് എനിക്ക് മഞ്ഞ വളരെ ഇഷ്ടമാണ്. മഞ്ഞത്ത് ഞാൻ ഒരു പാട്ട് തന്നെ ഉണ്ടാക്കി. മഞ്ഞ പ്രസാദവും മഞ്ഞ കുറേ മുണ്ട് ചോദിച്ചേ പടിയുടെ രുചിക്ക് കയ്യത് പൊടി വെക്കുന്നത് പോലെ ഇവിടെ കുട്ടി വയ്ക്കുന്ന കുട്ടിയുടെ രുചിക്ക് കയ്യത് പൊടി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഏറെക്കാലത്തെ ചികിത്സയ്ക്കൊടുവിലാണ് ആസിഫിന് ഇത്രത്തോളമെങ്കിലും നടക്കാൻ കഴിഞ്ഞത്.
ഇപ്പോഴും ചികിത്സ തുടരുന്നുണ്ട്. സ്വപ്നങ്ങൾ കൈപ്പിടിയിലാക്കാൻ ആസിഫിനെ ചേർത്ത് പിടിച്ച് കുടുംബവും സുഹൃത്തുക്കളും നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളുമൊക്കെ ഒപ്പമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. നമ്മളെല്ലാം ഞെട്ടിച്ച് കളഞ്ഞല്ലേ ആസിഫ്. എന്തായാലും സിവിൽ സർവീസ് എന്ന ആസിഫിന്റെ ആഗ്രഹവും എത്രയും പെട്ടെന്ന് പൂവണിയട്ടെ എന്ന് നമുക്ക് വിഷ് ചെയ്യാം. തൊടുപുഴ മുനിസിപ്പാലിറ്റി കൗൺസിൽ യോഗത്തിനിടെ LDF പ്രതിഷേധം. നഗരസഭയുടെ കീഴിൽ ആരോഗ്യ കേന്ദ്രം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് മുനിസിപ്പാലിറ്റി ഭരണസമിതിയുടെ വിശദീകരണം. ചൊവ്വാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിലാണ് സംഭവം. കൗൺസിൽ യോഗം ആരംഭിച്ചയുടനെ LDF പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. കൗൺസിൽ യോഗത്തിന്റെ അജണ്ടയിൽ നിന്ന് പുതുതായി ആരംഭിക്കുന്ന ആരോഗ്യ കേന്ദ്രം കുന്നം വാർഡിൽ അനുവദിക്കാനുള്ള തീരുമാനം മാറ്റണമെന്നായിരുന്നു ആവശ്യം. പകരം ആരോഗ്യ കേന്ദ്രം പഴുക്കാക്കുളം വാർഡിൽ സ്ഥാപിക്കണമെന്നും LDF ആവശ്യം ഉന്നയിച്ചു. നിലവിൽ അവിടെ ഒരു തർക്കം നിലനിൽക്കുന്നത് ഒരു ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ ഒരു തർക്കം അവിടെ നിലനിൽക്കുന്നുള്ളൂ. ആ തർക്കം 10 ദിവസത്തിനകം പരിഹരിക്കാമെന്നിരിക്കെ നിലവിലൊരു ബിൽഡിംഗ് ഉണ്ടാക്കി ആ ബിൽഡിങ്ങിന് 6.5 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് 36,000 രൂപ കുന്നം പോലുള്ള ഒരു സ്ഥലത്ത് തൊടുപുഴ പട്ടണത്തിലുള്ള അതേ വാടക തന്നെ നിശ്ചയിച്ചുകൊണ്ട് മാറ്റാനുള്ള ശ്രമത്തെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിർത്തത്. മുൻപുണ്ടായിരുന്ന ഭരണസമിതി ആരോഗ്യ കേന്ദ്രം അനുവദിച്ചിരുന്നത് പഴുക്കാക്കുളത്തായിരുന്നു. അവിശ്വാസ പ്രമേയം പാസ്സാവുകയും പകരം UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിലവിൽ വരികയും ചെയ്തതോടെ ഇത് കുന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഈ തീരുമാനത്തിൽ അഴിമതി ഉണ്ടെന്നാണ് LDFന്റെ ആരോപണം. ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയം അജണ്ടയിൽ നിന്നും മാറ്റിയതോടെ LDF താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചു. വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരും. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലത്ത് പൈനാപ്പിൾ തോട്ടത്തിൽ അകപ്പെട്ട കൂറ്റൻ പെരുമ്പാമ്പിനെ രക്ഷപ്പെടുത്തി. ഊന്നുകല്ലിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിനോട് ചേർന്നുള്ള തോട്ടത്തിലാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. പുല്ല് വെട്ടുന്നതിനായി ഇറങ്ങിയ ജോലിക്കാരാണ് ആദ്യം കണ്ടത്. പിന്നീട് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് പാമ്പിനെ കൂട്ടിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ് എന്നുള്ളതാണ്. നമുക്ക് മുന്നറിയിപ്പുകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അടുത്ത 7 ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുള്ളത്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. അപ്പോൾ നമ്മൾ ഇനി ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നല്ല വാക്ക് കാണാം. നല്ല വാക്കിന് ശേഷം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വേഗം മടങ്ങിയെത്താം.